ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ആൻഡ് കെയറിങ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. സേമിയ കൊണ്ടുള്ള ഉപ്മാവ്. അധികർക്കും സേമിയ കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇതിൽ ഞാൻ പറയുന്നത് പോലെ കുറച്ച് ടിപ്സൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ ഒരിക്കലും നിങ്ങളുടെ ഉപ്മാവ് കുഴഞ്ഞു പോകത്തില്ല. ഇനി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ മറ്റ് വീഡിയോസും കാണണം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആരംഭിക്കാം. അതിനാവശ്യമായിട്ടുള്ള സേമിയ, അതായത് വെർമിസെല്ലി, ഞാനിപ്പോൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സേമിയ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു ബോൾ സേമിയ, അതായത് ഞാനിപ്പോൾ എടുത്ത ആ പാത്രത്തിൻ്റെ സേമിയക്ക് ഞാൻ 1.5 ബോൾ കണക്കിനാണ് വെള്ളം ചേർക്കുന്നത്. അതായത് 1:1.5 അതാണ് ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ പാത്രം, ഒരിക്കലും ചെറിയ പാത്രത്തിൽ നിങ്ങൾ ഉപ്മാവ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യരുത്. അപ്പോൾ ആ ചെറിയ പാത്രത്തിൽ നിന്ന് വല്ലാതെ കുടുങ്ങി അത് വല്ലാതെ കുഴഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് വെള്ളമൊക്കെ നന്നായി ആറി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം തന്നെ എടുക്കണം. നമ്മൾ ഉണ്ടാക്കുന്ന അളവിനേക്കാൾ വലിയ പാത്രം. ഇനി നമുക്ക് ഇത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ കരിഞ്ഞു പോവാതെയും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്, നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതേ ചീൻചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കാം. ഇനി കടുക് പൊട്ടി വരുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കണം. കരിഞ്ഞു പോകരുത്. ഇത് രണ്ടും ഇടുന്നത് കൊണ്ട് ഇത് നന്നായി ഫ്രൈ ആയി കിട്ടുമ്പോൾ നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇത് കടിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉപ്മാവിനുണ്ടാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ് ചേർക്കുകയാണ്. ഇഞ്ചി വളരെ ചെറുതായി അരിയണം, അല്ല എങ്കിൽ നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്മാവിൽ പെട്ടെന്ന് അത് കടിക്കുമ്പോൾ നമുക്ക് വല്ലാത്തുണ്ടാവും. അതുകൊണ്ട് ഇഞ്ചി എപ്പോഴും വളരെ ചെറുതായി അരിഞ്ഞിടണം. നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റും ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഉള്ളി, ക്യാരറ്റ്. ഇനി നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസും ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം ഒന്ന് ഹാഫ് കുക്ക് ആകുന്നത് വരെയെങ്കിലും നമുക്കിതൊന്ന് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം ഒന്ന് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ബോളിൻ്റെ അളവിന് 1.5 ബോൾ അളവിനാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്.
ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അടച്ചു വെച്ച് ആ സമയത്താണ് നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങൊക്കെ അത് വെന്ത് കിട്ടുന്നത് വരെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. അതിനു മുന്നേ ഇതൊരിക്കലും സേമിയ ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. കാരണം സേമിയ ചേർത്താൽ പിന്നെ ഇത് കുറച്ച് സമയം മാത്രമേ കുക്ക് ചെയ്യുള്ളൂ. കാരണം ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സേമിയ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേഗം തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വെർമിസെല്ലി അവിടെ കട്ട പിടിക്കും. ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടില്ല എങ്കിൽ ചെറുതായി വേകുമ്പോൾ തന്നെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് ക്ലോസ് ചെയ്ത് വെക്കാറില്ല, ഓപ്പൺ ചെയ്തിട്ടാണ് ഇനി വേവിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി അങ്ങ് ആവിയായി പോയിക്കോളും. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായി വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് എൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്കിത് കുക്ക് ചെയ്യണം. ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാൻ പാടില്ല, പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇങ്ങനെ ഇളക്കി കൊടുക്കണം കുറച്ചായി, അധികം ഇളക്കരുത്, അപ്പോൾ അത് ഉടഞ്ഞു പോകും. ഇടയ്ക്ക് ഒന്ന് അടിഭാഗം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് അടച്ചു വെക്കാതെ ഇത് കുറച്ച് സമയം തുറന്ന് തന്നെ വെക്കണം. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി ഇവാപറേറ്റ് ആയിട്ട് പോകുന്നതാണ്. അങ്ങനെ നമുക്ക് സേമിയ നല്ല വിട്ട് കിട്ടുന്നതാണ്. എന്താ നമ്മുടെ സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, ഒന്നും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഈ ഒരു ചെറിയ ടിപ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ എൻ്റെ മറ്റ് വീഡിയോസും കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.